വന്നതാണ്. എവിടേക്കാ നമ്മള് വന്നത് പറയൂ, എവിടേക്കാ വന്നത് പറയൂ. അതെ, വല്യച്ഛന്റെ മൂത്ത മോളുടെ ഇല്ലത്തേക്ക്. മൂത്ത മകളെ ഭർത്താവാണ്. അതെ. വെള്ളാലത്ത് വടക്കേത്തില്ലെന്ന ഇല്ലത്തിന്റെ പേര് വെള്ളാലത്തില്ലെന്നാ പറയാ. അപ്പൊ പിന്നെ കാർഷിക മേഖലയിലും നൃത്തം കലാകാര രംഗം മുഴുവനുണ്ട്. കാർഷികമാണ് മെയിൻ. പിന്നെ വേറെ 2 മകളുണ്ട്. ഒരു മകളെ കല്യാണം കഴിഞ്ഞു. ഒരു മകൾ ഇപ്പൊ പുറത്തേടി പോയിട്ട് കിടിലം മുത്തശ്ശി എന്ന ചാനലുമായി എന്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്റെ ഭാര്യയുടെ ചെറിയമ്മയുടെ ആങ്ങള വേളി കഴിച്ചവരുടെ അമ്മയും കുടുംബവുമാണ്. ഈ ഭാര്യാബന്ധത്തിന് എത്രയോ വർഷം മുന്നേ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഭാര്യയുടെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ അനുജനായി പ്രവർത്തിച്ചുകൊണ്ട് ഈ ചെറിയമ്മയുടെ അച്ഛനാണെങ്കിൽ ഞങ്ങളുടെ ഇല്ലത്തെ കുടുംബനാഥനായിക്കൊണ്ട് ഈ ശങ്കരമംഗലത്ത് നാരായണൻ ഞങ്ങളുടെ ഏച്ചുമാരെയൊക്കെ വെളി കൊടുക്കാൻ വേണ്ടി അക്ഷയനം പ്രവർത്തിച്ച് ആ കാലം തൊട്ട് തന്നെ ഈ യൂട്യൂബറുടെ അച്ഛൻ ശശിയേട്ടനും ഞങ്ങളൊക്കെ വിനോദന സഹോദരങ്ങളെല്ലാം ഏകോദര സഹോദരങ്ങളായി നിന്നൊരു കാലഘട്ടം ഉണ്ടായി. അവിടെ നിന്നൊക്കെ മാറി ഇപ്പോൾ യൂട്യൂബറായി എന്നുള്ളത് ശരിക്കും ഞാൻ ഇന്നത്തെ ദിവസമാണ് അറിയുന്നത്. അങ്ങനെ ആ ബന്ധം പുതുക്കാൻ വേണ്ടി ഇവിടെ എത്തിയപ്പോ ഇവിടുത്തെ ഈ കാർഷിക മേഖലയൊക്കെ വേണ്ടപ്പോ അതൊന്ന് എടുക്കണം എന്ന് പറഞ്ഞു. കാർഷിക മേഖലയിലേക്ക് നൂതനമായി വരുന്ന കുട്ടികൾക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു അറിവായി പകർന്നുകൊണ്ട് മുത്തശ്ശിയുടെ ദേവണ്ണത്തിന്റെ അറിവ് തിരിച്ചിങ്ങോട്ടും കാർഷിക മേഖലയുടെ അറിവ് അങ്ങോട്ടും മന്ത്രസമ്പ്രദായം യൂട്യൂബ് ചാനലില് മുത്തശ്ശിയിലൂടെ കൊണ്ടുവരാന്നില്ല കണക്കാണ് ഞങ്ങൾ ഈ ഒരു പരിപാടി വിഭാവന ചെയ്തിരിക്കുന്നത്. അതെ, ഏതായാലും വാക്കുകളെല്ലാം അതിഗംഭീരായിട്ടുണ്ട്. അതെ. നമുക്ക് പറഞ്ഞതിൽ വളരെ സന്തോഷം. അതെ. ഞാൻ ശശിയേട്ടനൊക്കെ ഒരു പായിൽ കിടന്നുറങ്ങിയ കല്യാണം കഴിക്കുന്നതിന് വർഷങ്ങൾക്ക് കൊണ്ട് വിഷയത്തിൽ ഇയാളെ കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ നമുക്കാടെ വന്നിട്ടുണ്ട്. എന്റെ അമ്മാത്തെ ആടെ അടുത്തല്ലേ അമ്മാവനിലൊന്നും നാരായണയുടെ ഈ ചേച്ചിമാരെല്ലാം വെളി കൊടുക്കാൻ വേണ്ടി പൈസ ഇല്ലാതെ ശങ്കരമംഗലം പൈസ ഒക്കെ വാങ്ങിക്കുന്നത് വെളിയേക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ അച്ഛന്റെ പദ്ധതി പൈസ ഇല്ലാതെ ഇവര് ആളുകൾ കൂട്ടി വന്ന് ഒരു ദിവസം ഇവിടെ വീണിച്ച് ആശുപത്രിയിലായപ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ അന്ന് ഞാൻ 6ാം ക്ലാസ്സിലും പുള്ളി 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഞങ്ങളാണ് കാഞ്ഞങ്ങാട് നീലേശ്വര ആശുപത്രിയിലാണ് പുള്ളിക്ക് കാവല്. ഇവന്റെ 12ാം വയസ്സിൽ ഞാൻ പശുവിനെ ഇറക്കി ഇവനെ അവിടെ കൊണ്ടുതരല്. അവിടുത്തെ നീലേശ്വരത്തെ നിങ്ങളെ ഓവിരി വയലിൽ ഞാൻ കാള കൂട്ടിയിട്ട് ഇവിടെ കൊണ്ടതേ പിന്നല്ല. ഞാൻ അടിയിൽ ഒരാളെ കാള വാങ്ങിയിട്ട് അയാൾ എന്നോട് ഇന്നെന്തായാലും കളയാൻ തരൂലായിരുന്നു. നാളെ ശങ്കരാകരത്തൂർക്ക് വാളണം. ഞാൻ ആർക്ക് വാളണോ? പിന്നെ നാരായണൂർക്ക് വാളണം. ഞാൻ വിചാരിച്ച ഇപ്പൊ ഞാൻ പോവാടാ. ഞാൻ പോയി അവിടെ പോയി പറഞ്ഞു അമ്മയോട് ഞാൻ നാരായണ കല്യാണം വാങ്ങി എനിക്ക് വാഴണം. ഇപ്പൊ ഞാൻ ബാലിയിട്ട് പോയേക്കാം നിങ്ങൾക്ക്. എനിക്കെന്നാ വേണ്ടി അയ്യപ്പാവും ചായല്ലേ അതിപ്പോ ആടെ എത്തിക്കും. എടുത്തോ പോയിക്കോ. നാരായണ ഞാൻ പറഞ്ഞു അച്ഛനോട് ഞാൻ പറഞ്ഞു പൈസ കൊടുത്തേ, പൈസ കൂട്ടക്കാരന് കൊടുത്തേ, ഞാൻ വാങ്ങിച്ചു കൊടുക്കാണ്ടിരിക്കണ്ട. ഉണ്ട് അല്ലേ? എന്തൊക്കെയാ പറഞ്ഞോളൂ മുത്തശ്ശി. ഇത് നോക്കാം ഇവിടേക്കെന്താ പറയാന്ന് പിന്നെ നമ്മള് പിന്നെ എന്താ പറയാ ചളി ഇതൊക്കെ ഇത് കരി അത് വിവിധ മോഡല് കരി. ഒരു കരി അല്ലാതെ എല്ലാം വിവിധ ഓരോ ഇപ്പൊ നമ്മുടെ ട്രാക്ടറിനെ ഇപ്പൊ ട്രാക്ടർ വയലിലിറക്കുമ്പോ ഓരോ വളക്ക് ഓരോ വീലല്ലേ ഉപയോഗിക്കുന്നത്. അതുപോലെ കാളകൾക്ക് ഓരോ പണിക്ക് കണക്കായ ഓരോ തരം കരിയാണ്. കരികളെല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട് അർത്ഥം. അത് വേനൽക്കാലം ഇപ്പം പൊടിയിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് ചളിയില് വർഷകാലത്ത് ദ്രാവകത്തിൽ രണ്ടാമത് ഉപയോഗിക്കുന്നത്. ഇത് പിന്നെ സർക്കാരിന്റെ ഈ ടില്ലറൊക്കെ വരുന്നതിന് മുമ്പേ കലപ്പാന്ന് പറഞ്ഞിട്ട് സർക്കാർ കണ്ടുപിടിച്ച സാധനം. അത് ഒരു ഭാഗത്തേക്ക് മണ്ണ് മറിഞ്ഞു ചളി പുല്ലിലെ കണ്ടത്തിൽ നല്ല സുഖമാണ്. ഇത് ഇതിന്റെ ഈ ആളൊക്കെ ഉപയോഗിക്കുന്ന ഇടയൻ പോലെ. ഇത് ഹാഫ് kg വീല് റോട്ടറേറ്റർ സിസ്റ്റമാണ് ട്രാക്ടറിന് വരുമ്പോൾ. ഇത് ട്രാക്ടറിന് നമ്മൾ ഇരുമ്പ് ടയറിന്റെ ഒപ്പം തന്നെ മറ്റേ ടയറും കയറ്റും. അത് കാളൊക്കെ വരുമ്പോൾ അത് മാറിയത് ഇത് സിസ്റ്റം ഒന്ന് തന്നെ. പക്ഷെ പടം വീതി കുറയും. ഇതറിയില്ലേ? അതെന്താ മുത്തശ്ശി പറയൂ. അത് നമ്മള് നെല്ലൊക്കെ പതിരൊക്കെ പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ പറഞ്ഞു വന്നിട്ട് അപ്പൊ വീശി കൊടുക്കണം. അപ്പൊ അങ്ങനെ വിട്ടുപോയി പതിര് വിട്ടുപോകും. നെല്ല് ഇവിടെ അരിച്ച് കിടക്കും. അതിന് വേണ്ടിട്ടല്ലേ? അതൊക്കെ ഞാൻ കണ്ടു പരിചയമുള്ളതാണ്.
ലോക്കർ ഓ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ ലോക്കറായി. അതെ അതെ. പഴയ കാലത്ത് ആമാടപ്പെട്ടി ബാങ്ക് ലോക്കറായത്. ഇതെന്താ? ഇടങ്ങഴി. ആ പിന്നെ ഇത് അത് ചിലങ്കോയ കാളയെ എണീക്കുന്ന സാധനം. ആ ആ ആ ഇതറിയില്ലേ? എന്താ സൈഡ് വല്ലുന്നത് ചെത്തി തേക്കാനാ? അല്ല മുറ്റം നേരെയാക്കാം. മുറ്റം തല്ലുമ്പോ പണ്ടൊക്കെ മുറ്റം നിലം വെച്ചതാക്കല്ലേ ചെയ്യില്ലല്ലോ. ആ അതെ അതെ. ആ ആ നിങ്ങള് പറയാ മുറുക്കാഞ്ചല്ലേ? ഇത് മുറുക്കാഞ്ചല്ല. ഞങ്ങള് കൊട്ടോടിനകത്തുണ്ടാവില്ല. അതെങ്ങനെ അറിയോ? മണ്ണം വലുത് അല്ലേ? അടിച്ച് കൊണ്ട് ഞങ്ങള് കൊറേ ചെയ്തിട്ടുണ്ട്. ഇത് മാറ്റപാനി, ഈ കള്ളിയത്തെ തെങ്ങിന്റെ മേലെ. ഓ ആ ആ ആ ഇത് തൈപ്പാനി പറയും, ഡ്രിപ്പ് ഇറിഗേഷൻ. ജലസേന വകുപ്പിൽ ഇപ്പൊ ഡ്രിപ്പ് ഇറിഗേഷൻ അതിന്റെ അടിയിൽ ഹോൾസുണ്ട്. തിരിയിട്ട് കൊടുക്കല്ലേ? വെള്ളം ഇറ്റിറ്റ് വീണു. തിരിയിട്ട് കൊടുക്കണത്. ആ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലേ കൃഷി. ഇതോ എത്താൻകൊട്ട. മോട്ടോറിലും വരുന്നതിന് മുമ്പേ കിണറുകളിൽ നിന്നും മറ്റും ഏത്തക്കൊട്ട. പക്ഷേ ഞങ്ങളെ ഭാഗത്തുള്ളതും ഈ ഭാഗത്തുള്ളതും വ്യത്യാസമുണ്ട്. ആ ആ ആ ആ പക്ഷെ അവിടെ അങ്ങനെയല്ല. അങ്ങനെ ഒന്നിച്ച് ഫിറ്റ് വെവ്വേറെ എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ആ ഇത് പലകത്തി. അതാ ആ അടക്ക. ആ ശരി ശരിയാ. ആ അതെ, ഇത് അവിടെ തന്നെ മുറിച്ചുണ്ടാവും അല്ലേ കുറുപ്പ്? ആ എന്തുവാ ബലിപ്പലക. ആ ആ ആ അവിടേക്ക് അതില്ല അല്ലേ? കണ്ടില്ല. ഓ അല്ല, അവിടേക്കൊക്കെ നീളമുള്ളതാ. ആ അവിടെ ഒരേ വലിപ്പാ. ആ ഇങ്ങനെ ഒന്ന് വെളുപ്പിക്കുന്നു. അതറിയില്ല. ഇത് ഊണി എന്ന് പറയും. ഈ വെള്ളം പാടത്ത് ജാസ്തി ആയി കഴിഞ്ഞാല് കോരി കളയാനാ? കോരിക്കളയാം. പിന്നെ പാടത്ത് വെള്ളം ഇല്ലാഞ്ഞാൽ അരുവിന്ന് ഒരു കയറ് കെട്ടി വലിച്ചിട്ടോ ഇങ്ങടെ ആക്കാം. ഊണി. ജമ്മിവടി. ജന്മിവടി. വാരളക്കാൻ വേണ്ടി ജമ്മിവടി. ഓ ആ പറ പറ. അത് ഓ മാന്തണതാ. ആ ആ മാന്തി. ഓ ആ ആ അതെ അതെ. ഭസ്മക്കൊട്ട. ആ ആ കൊട കൊട. എങ്ങനെ? ആ കടമ്പ് തീർത്തൂല്ലേ? കടമ്പ് തീർത്തതിന്റെ ചട്ടം ഇതിന് ചട്ടം നീ ഇരുന്ന് ഞാൻ അടിക്കുന്ന വെച്ചാ അത് ആ ആ വെയിറ്റ് ഇല്ലാതാണ്. ആ കിലോമീറ്റർ ദൂരത്ത് നോക്കും ചെയ്യും. ഓ അറിയില്ലേ? പാത്തി പാത്തി കഞ്ഞിക്കലം. കൊല്ലം പഴക്കില്ല. 100 കൊല്ലത്തിന് മേലെ പഴക്കില്ല. 100 കൊല്ലം വഴക്കുള്ള കഞ്ഞിക്കലം. ഓ ആ കിരിക്കൊട്ടാന്ന് പറയും. ആ ഈ മടക്ക് വെച്ചിട്ട് പഴയ കാലത്ത് മൃഗങ്ങളെ പിടിക്കാൻ ഉപയോഗിക്കും. ഇത് ചില ക്ഷേത്രങ്ങളിൽ, ഇവിടേക്ക് കണ്ണൂരില് ചില ക്ഷേത്രങ്ങളിൽ ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് ചില നിവേദ്യങ്ങൾ, ഇപ്പൊ മാടായിക്കാവ് ക്ഷേത്രത്തില് പൂരോത്സവത്തിന് ഇവിടുന്ന് തണ്ണിനെ വ്രതം ഉണ്ടാക്കിയിട്ട് ഇതിലാണ് എത്തിക്കാൻ കൊണ്ടുപോയി സമർപ്പിക്കും. ഓ ഇത് മലബാറിൽ മാത്രമുള്ള ഒരു പ്രത്യേകത. ഓ അതറിയില്ല. ഇത് തട്ടാന്ന് പറയും. ആ വയലിലും കാട്ടിലും പോയാൽ ഓ പണ്ട് കാലത്ത് പണിയല്ല ഈ സാധനം. ആ ഇതിനൊരു വടി വിറ്റ് ചെയ്താല് നെല്ലൊക്കെ കളത്തുനിന്ന് വലിച്ചെടുക്കാൻ ആ ആ ആ വിത്ത് കൂട്ടി അതിന്റെ വിത്ത് കിട്ടി. വിത്തുട്ടി. പക്ഷെ ഞങ്ങളെ ഭാഗത്തേക്ക് പിന്നെ നല്ല വടി ഉണ്ടാവും. ഇതിന് വടിയുണ്ട്. ഇതാ ബോൾസ് വെച്ചിട്ടാ ആ വടി. പരിപാടി കഴിച്ചിട്ട് ആടെത്തുമ്പോ കയറ്റി കൊടുക്കും. ആ വണ്ടി കയറ്റുമ്പോ അത് പോകുന്നു. ഉണ്ണിക്കണ്ണന്റെ ഉറി ഓ ഉറി ആ അട്ടിക്കൊമ്പ്. കാട്ടുപോത്തിന്റെ. വെള്ളെണ്ണ സൂക്ഷിക്കുന്ന സാധനം. ആ കാട്ടുപോത്തിന്റെ കൊമ്പാ. എന്തെന്നാ കൊമ്പ്. കാട്ടിക്കൊമ്പ്. വെള്ളെണ്ണ സൂക്ഷിക്കാൻ ആ പഴയ കാലത്ത് ഉപയോഗിക്കുന്ന സാധനം. വയ്ക്കുന്ന ഉളി. ആ 10 മിനിറ്റ് ഉളി പോലെ. ഇതറിയാ നെല്ല് മെതിക്കണത്. ആ നെല്ല് മെതിക്കണതാണ് ഇതില്. എന്താ അത് മെഷീനിൽ വെച്ച് ഇത് പ്ലഗിൽ കുത്തിയിട്ട് ആ അത് മെഷീൻ കറങ്ങും. അന്നേരം ഇതിങ്ങനെ ഇങ്ങനെ പിടിച്ചു കൊടുത്താല് ആ ആ അപ്പുറം നോക്കി ഇപ്പുറത്തേക്ക് പിടിച്ചു കൊടുത്താല്. ഓ അങ്ങനെ അല്ലേ? എവിടെ സ്വദേശം? ആ ആ മലയാളമൊക്കെ അറിയാം. ആ
നമ്മള് പറശ്ശിനിക്കടവില് ആ ആ അതെ കാർ പാർക്കിംഗ് സ്ഥലമാണ് ഇവിടെ. അതെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതെ ആ ഓക്കെ ഓക്കെ ഓക്കെ. അതെ അതെ നല്ല മഴ നിന്നു ഇപ്പൊ അതെ. അല്ലേ? ഇതാ ഇവിടെ ഒരു പുഴ ഉണ്ട്, അതാണ് പറശ്ശിനിപ്പുഴ. പറശ്ശിനിപ്പുഴ. അങ്ങനെ കാർ പാർക്കിംഗ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു. നമ്മൾ തിരിച്ച് വരുന്ന സമയത്താട്ടോ ഗംഭീര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ തൊഴാൻ നേരത്തൊന്നും അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെന്ന് കയറിയ സമയത്തും അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ബാക്കി നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈശ്വര കണ്ണൊന്നും കാണില്ലായിരുന്നു അച്ഛനെ വണ്ടി ഓടിക്കണം, അത്രയും മഴയായിരുന്നു. ഗ്ലാസിൻ്റെ മേലേക്ക് അത്ര മഴ ഇങ്ങനെ വന്ന് അങ്ങനെ ഒരു മഴയായിരുന്നു കേട്ടോ. ഒരു ഒറ്റപ്പെട്ട മഴ എന്നൊക്കെ പറയില്ലേ അങ്ങനെ. അപ്പം നമ്മൾ പോകുന്ന വഴി ഇപ്പം അമ്പലത്തിലേക്ക്, ഇവിടെ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്ക് നമ്മൾ കിടക്കുന്ന വഴി, ആ ഒരു ലൈൻ മുഴുവനും നമ്മൾ വീഡിയോ ഇങ്ങനെ എടുത്ത് പോകുമായിരുന്നു കേട്ടോ. എന്തൊക്കെയാണെന്നുള്ള കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വർഷങ്ങളായി ഇപ്പോൾ ഇവിടെ വന്നിട്ട്, കുറേ വർഷം മുന്നേ വന്ന് പോയൊരു ഓർമ്മയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലും എല്ലാവരുടെ മനസ്സിലും. അപ്പോൾ നമ്മളിപ്പോൾ വന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഗുരുവായൂരൊക്കെ ഉള്ള പോലെ കുറേ ഷോപ്പുകളാണ് ഇപ്പോൾ ഫ്രണ്ടിൽ നല്ലോണം. അന്നൊന്നും ഇത്ര ഷോപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് കുറേ ആയിട്ടുണ്ടാവുമായിരിക്കാം, ഇപ്പോൾ ഇത്രയും പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ നേരെ അമ്പലത്തിലേക്ക് കിടക്കുകയാണ്. ഇനി അമ്പലത്തിലെ എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം കേട്ടോ. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഉണ്ടായിരുന്നു. അതെ അതെ നമ്മളെല്ലാരും എത്തി. ഇനി നമുക്ക് അതിൽ പോയി നോക്കാം അവിടേക്ക്. അങ്ങനെ നമ്മള് മുത്തപ്പന്റെ അമ്പലത്തിലെത്തി. പക്ഷെ നമുക്ക് കണ്ട് കൊറേ നേരം അതെ അതെ വൻപയറ് നാളികേര കഷ്ണം അതെ അമ്മ അതിലും അതെ അതെ അതെ. അതായത് ഇവിടെ മുത്തപ്പൻ എന്തോ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ കഥയെന്താണെന്നറിയോ? ഇല്ല. ഒരു പഴയ പുരാതന കാലത്ത് ഒരു ബ്രാഹ്മണനും അതായത് ബ്രാഹ്മണ സ്ത്രീ, അതായത് നമ്മൾ തറവാട്ടിൽപ്പെട്ട അവർ ഒരുപാട് ഭജിച്ച് ശിവനെ ഭജിച്ച് വെച്ച് കുട്ടികളില്ലാത്തതുകൊണ്ട് ഒരുപാട് കാലം പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ അവിടെ അന്നേരം എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തോഴിമാരോടുകൂടെ അത് കടവിൽ കുളിക്കാൻ പോവുക. അങ്ങനെ കുളിക്കാൻ പോയ സമയത്ത് തോഴിമാരോടും കാട്ടിനുള്ളിൽ കുഞ്ഞി കരയിൽ കേട്ടു. ഈ കുഞ്ഞി കരയിൽ കേട്ട തോഴിമാർ പോയി ഇവര് പോയി എടുത്തു. അപ്പൊ ഒരു ചെറിയ കുഞ്ഞി, ആ കുഞ്ഞിയാണ് മുത്തപ്പനായിട്ട് അവതരിച്ചിട്ട് അവിടെ ഒന്ന് കിടന്നതാണ്. അങ്ങനെ അവരൊക്കെ കുറച്ച് കുഞ്ഞുങ്ങളായി വലുതാവുമ്പോ
ഈ ബ്രാഹ്മണ പയ്യൻ കല്ലും വെള്ളം കുടിക്കാൻ പറയും. അങ്ങനെ പറഞ്ഞ് അത് കുടിക്കാൻ പാടില്ല, ഇത് കുടിക്കാൻ പാടില്ല, അങ്ങനെ ഞാൻ നീ എടുത്ത് ഓടി പറയും. അപ്പൊ ശിവനായിട്ട് അവതരിക്കും. നിങ്ങൾ മത്സ്യമാസം ഇടയ്ക്ക് പറയില്ല. അതായത് ആ സമയത്ത് അങ്ങനെ നീ എന്താ ഇവിടെ ഇല്ലത്ത് വെക്കേണ്ട ബോർഡ് എന്ന് പറയും. ബോർഡ് എന്ന് പറയുമ്പോഴാണ് ശരിയായ രൂപം കാണിക്കുന്നത് ശിവന്റെ. ഞാൻ നിങ്ങളെ ദുഃഖം മാറ്റാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ കഴിഞ്ഞ ജന്മം ചെയ്ത പാവാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഭജിച്ചോളൂ എല്ലാവരും. എന്നാൽ പോയി ഇതാണ് കഥ. ഓ അങ്ങനെ കഥ. ചരിത്രം ഒരു പുസ്തകമുണ്ട്. കുറി തൊട്ടണോ? കുങ്കുമൊക്കെ തൊട്ടിട്ട് ഇരിക്കുകയാണ്. തിരിച്ച് നമ്മൾ ഓരോരോ കടകളിൽ ഇങ്ങനെ കയറുമ്പോൾ കുഞ്ഞങ്ങനെ വാശി പിടിക്കാൻ കേട്ടോ, അത് വാങ്ങിത്തരുമോ ഇത് വാങ്ങിത്തരുമോ. പക്ഷെ 1-2 പ്രാവശ്യം അങ്ങനെ കാണുമ്പോൾ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ പിന്നെ ഗുരുവായൂർ പോയപ്പോൾ കുറച്ചധികം ടോയ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും മഴക്കാരൊക്കെ വന്ന് മഴ പെയ്യാനും തുടങ്ങി കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ഇനിയും ചുറ്റിത്തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമ്മളും മഴ കൊള്ളുമെന്ന് ഓർത്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഇല്ലത്തിലേക്ക് തന്നെ പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.